ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് കരിങ്ങന്നോണി വട്ടമല പ്രദേശം നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗരപ്രമുഖനായ നമ്മുടെ സേനാർ ഹാജി നമ്മുടെ കരുവാരകുണ്ട് വട്ടമലയെ പറ്റി രണ്ട് വാക്കുകൾ സംസാരിക്കും. നിങ്ങൾ സഹോദരന്മാരെ, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കന്നിനെ വേച്ച് നടന്നിരുന്നൊരു കാലഘട്ടം അവിടെ കഴിഞ്ഞു പോയെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ പേരും പ്രസിദ്ധിയിലും ഉയർന്നിരിക്കുകയാണ് നമ്മുടെ വട്ടമല. ഈ വട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് രാവിലെ ഒരു 6 മണി മുതൽ 9 മണി വരെ ടൂറിസ്റ്റ് വരുന്ന മാതിരി കുട്ടികൾ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ വണ്ടിമങ്ങനെ വരികയും കാണുകയും ആ വട്ടമല എന്ന് പറയുന്ന ഒരു സംഭവം അതിമനോഹരമായ ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ തിരുപതി അയ്യൂബ് കാക്കാൻ്റെ ഒരു 80 ഏക്കർ സ്ഥലം കൈത കൃഷിയൊക്കെ നടത്തുകയും ആയിരക്കണക്കിന് 10,000കണക്കിന് തൊഴിലാളികൾ അതിൽ ജീവിക്കുകയും അവരെല്ലാം തൊഴിലെടുത്ത് ജീവിക്കുകയും മാത്രമല്ല 7 മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബഹുമാനപ്പെട്ട വിലപ്പിടിപ്പുള്ള സാധനങ്ങൾ നല്ല കൊമ്പനാനകൾ ഇറങ്ങുന്നതും കൂടിയാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകളെല്ലാവരും 8 മണി കഴിഞ്ഞതിന് ശേഷം അതിലെ രാത്രി വരരുത് എന്നും കൂടി ഒന്ന് ഉണർത്തുകയാണ് ഈ സംഭവത്തിൽ. താങ്ക് യു അജി സാബ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫൈനലി നമ്മളുള്ളത് വട്ടമലയിലെ ഫസ്റ്റ് ഭാഗത്താണുള്ളത്. വട്ടമല 2 ഭാഗമാണുള്ളത്. ഒന്ന് നമ്മുടെ മൂന്നാടി ഭാഗം, ഒന്നിവിടെ നമ്മുടെ നല്ല കോറി ആളുകൾക്ക് കുളിക്കാൻ, അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൻ, നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു മൗണ്ടൻ്റെ പക്കത്താണ് നമ്മളുള്ളത്. കോറിയിൽ കുളിക്കണം നമുക്കൊരാഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നത് കൊണ്ട് കോറിയിൽ കുളിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. പിള്ളേരെല്ലാം നീന്തലുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല സൗകര്യമുള്ള നല്ല വെള്ളമാണ്, വണ്ടി കഴിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ എല്ലാവരും വന്ന് എന്ത് ചെയ്യുക, കരുവാരകുണ്ട് ഭാഗത്ത് വന്നാൽ വട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാൻ മറക്കരുത്. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. നമ്മൾ അംസക്കുട്ടിയാക്കാൻ്റെ ചായപ്പീടിയല്ലേ കരിങ്ങന്നോണിലെ ഏറ്റവും പഴയ ചായപ്പീടിയ. സഫിയെ, എന്താ വർത്താനം? വട്ടമല ഇപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല, അടിപൊളിയല്ലേ? അടിപൊളിയാണ് അല്ലേ? ആളുകളൊക്കെ പോകുന്നുണ്ടോ? വട്ടമല അടിപൊളിയല്ലേ? വട്ടമല അടിപൊളി. യെസ്. അംസക്കുട്ടിയൊക്കെ വർത്താനം? നല്ല സുഖപ്പോ. ഇതാണ് നമ്മളെ അംസക്കുട്ടിയാക്ക, നമ്മളെ പഴയ പൗരപ്രമുഖനായ അംസക്കുട്ടിയാക്കാൻ്റെ ചായക്കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളെ അംസക്കുട്ടിയാക്കാൻ്റെ ചായപ്പൊടി ഇങ്ങനെ കാണുക. എല്ലാവരും വന്നിട്ട് നല്ലൊരു അടിപൊളി ചായ കുടിക്കുക. അതെ, വട്ടമലമക്ക് പോകുന്ന ആളുകളൊക്കെ കരിങ്ങന്നോണിയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ചായക്കടയാണ്. എത്ര വർഷമായി ഇപ്പോൾ നമ്മളെ ചായക്കട ഇവിടെ ഓപ്പൺ ആയിട്ട്? ഞാനിവിടെ ഒരു 25 കൊല്ലമായി. 25 വർഷമായിട്ടുള്ള ഒരു ചായക്കടയാണിത്. കരുവാരകുണ്ട് കരിങ്ങന്നോണിയിലെ വട്ടമലയിലേക്ക് എൻട്രി ആകുന്ന ഭാഗത്തുള്ളൊരു ചായക്കടയാണ്. നല്ല അടിപൊളി എരുമപ്പാൽ പറഞ്ഞ ചായ കിട്ടും, നല്ല കടികൾ കിട്ടും, എണ്ണക്കടികൾ വീട്ടിൽ നിന്ന് നിർമ്മിക്കുന്നത് അല്ലേ. 25 വർഷമായിട്ടുള്ളൊരു ചായക്കടയാണ്. അതെ, ഇവിടുന്ന് പോയാൽ അങ്ങാടി പോകണം ചായ കിട്ടണമെങ്കിൽ. അപ്പോൾ ചായയും നല്ല കടികളും കുടിക്കണമെങ്കിൽ അംസക്കുട്ടി അങ്ങനെ സമർപ്പിക്കുക. നല്ല ചായ കുടിക്കുക, നാടൻ കടി. അയ്യോ, നാടൻ കടി. യെസ്, ശരി അംസക്കുട്ടിയാക്കാം. ബൈക്ക് മുടക്കേ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി വട്ടമല എന്ന് പറഞ്ഞ ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തെത്തി. വട്ടമല വൈബ് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കഥകൾ ശുദ്ധ പറയും.
എന്ത് പറയാനൊന്നുമില്ല, ഇവിടെ വന്ന് അനുഭവിക്കല്ലേ വേണം. കാണാൻ മാത്രം ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി സ്ഥലമാണ്, അടിപൊളി വൈബ്. അസൈനരാജ് പറഞ്ഞ മാതിരി വട്ടമലിനെ പറ്റി രണ്ട് വാക്കുകൾ കണ്ടാലും മടുക്കൂല, അത്രത്തിനുള്ളൂ. ചെറിയപ്പൻ എന്താ പറയുക, അടിപൊളി സ്ഥലമാണ്. അപ്പൊ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. വട്ടമല എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. എന്താ വേണ്ടി കോറി ചാടാൻ പറ്റില്ല അറിയണേ, ചാടിക്കൂടെ? കോറി പൊളി, ഞങ്ങള് വണ്ടി മാത്രം കേൾക്കണുള്ളൂ. പവറ് പറ്റിയ ഇത് സംഭവം മൂത്രക്കല്ല്, മൂത്രപ്പഴുപ്പ്, പിന്നെ അതേമാതിരി പൾസ്, പല അസുഖങ്ങളും നല്ല മരുന്നാണ് ഇത്. കല്ല് ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാറന്റെ മുകളിലാണ് ഈ സാധനം ഉണ്ടാവുക അല്ലേ? അതെ, പാറിന്റെ മുകളിൽ എടുത്തിട്ടൊക്കെ ചെറിയപ്പോ വേണ്ട. ഇങ്ങനെ പാറന്റെ മുകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കല്ലുവായ ഒരുപാട് അസുഖങ്ങൾ. അങ്ങനെയാണ് കാണാൻ കിട്ടില്ല. അതെ, ഇതെന്ന് പറഞ്ഞാൽ പാറന്റെ മുകളിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപൂർവമായിട്ട് കാണാൻ കിട്ടുന്ന അവസരമാണ്. അതെ അതെ അതെ, നമ്മൾ മുതലാക്കാം. കല്ലുവായ കൊലച്ച് നിൽക്കുകയാണ്. ശരിക്കും കാണിച്ചു തരാം. 啊 പാറമ്മ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഇത് കണ്ടില്ല പാറ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146
ഒരു അനുഭൂതി തോന്നിയോണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. അപ്പുറത്തുണ്ട് അത് കാണിച്ചു കൊടുക്കാം. ഓഫ് ഇല്ലല്ല നമ്മൾ ടച്ച് ചെയ്തു. അപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ വട്ടമലമേലേക്കുള്ള പോകാൻ വേണ്ടിയുള്ള ട്രക്ക് നല്ല ട്രക്കിങ്ങിൽ ഏരിയയാണ്. ഭയങ്കര കയറ്റാണ്, പാറയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. ഇപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകൾ കാണും. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉസു ട്രാവലർ ഒരുപാട് ട്രാവലിംഗ് വീഡിയോ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ ചാനലിലൂടെ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. താങ്ക് യു. മരം കണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നരി വരെ കയറാം, പുലിക്ക് വരെ കയറാൻ പറ്റൂല. ഈ മരത്തിൻ്റെ പേരാണ് വെണ്ടയ്ക്ക്. ഇത് പറഞ്ഞെടുത്താ. അതെ, ഇതിങ്ങനെ പുടുത്തം കിട്ടൂല, നഖം വരെ പൂണ്ട്, നല്ല മിനിറ്റ്സാണ്, നമ്മളെ കൊണ്ടൊന്നും കയറാൻ കഴിയൂല. ഇതാണ് വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ മരം. വെണ്ടയ്ക്ക് പുലിക്ക് വരെ കയറാൻ പറ്റാത്ത മരം. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ കണ്ടു. അപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് പോവാം. യാവാ. നിങ്ങളെ കുറേ നേരമായി വന്നിട്ട്. അതെ, നല്ല മഴ ഉണ്ടായിരുന്നു മോൾക്ക്. അടിപൊളിയല്ലേ? നിങ്ങൾ എവിടുന്ന വരുന്നു? കളിയുന്നോ? എങ്ങനെയുണ്ട് നമ്മളെ വട്ടമല വൈബ്? പൊളി കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മഴത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. കരുവാരകുണ്ട് വട്ടമലൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നപ്പോൾ മച്ചാമാരെ മഴ പെയ്തോ, മഴയോ മഴ. അങ്ങനെ ആടുകൾ ഇങ്ങനെ മഴത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആടുകൾ കൂട്ടം സുധേ, മഴൻ്റെ വൈബ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഭയങ്കര മഴ വൈബാണ് ഗൈസ്. അപ്പം മഴ കൊള്ളാൻ നല്ല സുഖമാണ്. നമ്മുടെ നാട്ടിൽ 50 ഡിഗ്രി ചൂടുന്നാണ് ഇപ്പോൾ നമ്മൾ കരുവാരകുണ്ട് വട്ടമലം എത്തിയിട്ടുള്ളത്. -ഡിഗ്രിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചൂടെന്ന് പറയുന്ന അറിവ് കൂടി ഇല്ല. ഹലോ, ഫോറസ്റ്റ് ഗാർഡ് ചെറിയാപ്പൂൻ്റെ കൂടെ നമ്മൾ വട്ടമല കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വളരെ സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ് വട്ടമല വൈബ്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. Time goes by so fast. Time goes by so fast. There is nothing like feeling young and free. Gonna leave it all behind. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് അതിമനോഹരമായിട്ടുള്ള വട്ടമലയുടെ വൈബ്. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. പക്ഷേ കച്ചറ, പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടിട്ട് സ്ഥലം മോശപ്പെടുത്താൻ പാടില്ല അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ആണ്, നാച്ചുറലാണ്, പ്രകൃതി രമണീയമായ കരുവാരകുണ്ട് മേഖലയുടെ വട്ടമല എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ആളുകൾ വളരെ കെയർഫുള്ളായിട്ട് പ്രകൃതിനെ നശിപ്പിക്കരുത്.
കച്ചറി മാലിന്യങ്ങളൊന്നും ഇടാതെ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, എന്നിട്ട് പോവുക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് നല്ല കുളിർമയായിട്ടുള്ള നല്ല തണുപ്പാണല്ലേ. ഇപ്പോൾ ഞാൻ ഏകദേശം നമ്മൾ വന്നിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ നല്ലൊരു മഴ കിട്ടുന്നത് നിന്നാണ്. ഏറ്റവും ടോപ്പിലാണ്, ഏകദേശം 3000 അടി സമുദ്രനിരപ്പിൽ നിന്നും 3000 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ് സുഹൃത്തുക്കളെ, ഗൈസ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കരുവാരകുണ്ട് കരിങ്ങന്തോണി ഭാഗത്തെ വട്ടമല എന്ന് പറഞ്ഞൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. അതായത് -डिग्री തണുപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ തണുത്ത കാലാവസ്ഥയായി. ഇവിടെ ഏത് ചൂടത്ത് വന്നാലും ഇവിടെ നല്ല തണുപ്പാണ്. അല്ല സുധേ, എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റ്? എല്ലാവരും വന്നുകൊണ്ട് ഈ വട്ടമല ഒന്ന് എൻജോയ് ചെയ്യുക. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പൊളി വൈബ് മച്ചാമാരെ, പൊളി വൈബ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും മലയാണ്. കേരളത്തിന്റെ ചുറ്റുപാടും മരം ഇങ്ങനെ കെട്ടിക്കിടക്കല്ലേ. ആ ഭാഗം കാണിച്ചു. ആ ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഭാഗം സൈലന്റ് വാലിയാണ്. അതെ, സൈലന്റ് വാലിയിൽപ്പെട്ട ഏരിയയാണ്. ആ ഭാഗത്തൊക്കെ കണ്ടമാനം മൃഗങ്ങളുണ്ട്. ഈ ഭാഗത്തും ആനകളും പുലികളൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നാലും ഇത്രയും അല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയ നമ്മൾ ആളുകൾക്ക് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും. ചോർന്നു, ചെറിയൊരു മഴ പെയ്തു. ഞങ്ങൾക്ക് നല്ലൊരു വൈബ് മഴ കിട്ടി. ഇപ്പം മഴ ചോർന്നു. വീണ്ടും നമ്മുടെ യാത്രകൾ തുടരുകയാണ്. ഹായ് ഗൈസ്, കുറച്ചും കൂടി ഒന്ന് റിസ്ക് ആയിട്ടുള്ള സ്ഥലമുണ്ട്, കുറച്ചും മോൾക്ക്. അതെ, ഞങ്ങൾ മോൾക്ക് പോയിട്ട് ആകാശക്കോടകൾ ഇങ്ങനെ കാണിക്കും. ഞാൻ 360 വ്യൂവിലൊന്ന് ഫോക്കസ് ചെയ്യണം. അങ്ങോട്ട് കൊടുത്തോ, ഞാൻ
എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം വട്ടമല എങ്ങനെയുണ്ട്? വട്ടമല പൊളിയാണല്ലേ, നല്ല ക്ലൈമറ്റ് ആണ്, വേറൊരു വൈബാണ് ഇവിടെ, ഭയങ്കര വൈബല്ലേ. അതെ, ഇവിടെ അങ്ങനെ വന്ന് നോക്കിയിരുന്നാലേ എൻജോയ് നമുക്കൊരു സമാധാനം കിട്ടും, മനസ്സിന് സമാധാനമുള്ള ഒരു ഏരിയ ആണല്ലേ. അപ്പൊ എല്ലാവരും വട്ടമല ഒന്ന് എൻജോയ് ചെയ്യാം, കണ്ണിന് കുളിർമയും ഒരു ശാന്തതയാണ് ഇവിടെ. മഴ ഇല്ലെങ്കിലേ ഇത്ര നല്ല സ്ഥലം വേറെ എവിടെ ഇല്ല. ഇല്ലല്ലേ? ടോപ്പാണ്. നമുക്ക് നല്ല കോടകൾ കിട്ടും, നല്ല കോട കിട്ടും, നല്ല ക്ലൈമറ്റ് കാരം, നല്ല കെട്ടുപൊതിക്കില്ല. നമ്മളെ കൂട്ടത്തിലൊന്നും പിടിക്കണ്ട അല്ലേ? ഓക്കെ, റെഡി. അയ്യോ, വട്ടമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അല്ലേ? എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യണം അല്ലേ? വട്ടമലിനെ പറ്റി രണ്ടും അഭിപ്രായം പറയാം. ബ്യൂട്ടി ഈസ് ബ്യൂട്ടി ആണല്ലേ, അതായത് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് വട്ടമല. ഹായ് വാ.